ഇറാൻ ഇസ്രായേൽ സംഘർഷം കടുക്കുന്നു. ലോകത്തെ ഏറ്റവും വലിയ ഓയിൽ റൂട്ടായ സ്ട്രേറ്റ് ഓഫ് ഹോർമുസ് ഏത് നിമിഷവും അടയ്ക്കപ്പെട്ടേക്കാം. ഇങ്ങനെ ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷനിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ 5 രാജ്യങ്ങളിലേക്കുള്ള ചരിത്രപരമായ യാത്ര തുടങ്ങുന്നത്. മെയ് 15 മുതൽ 20 വരെ, അതായത് വെറും 6 ദിവസത്തിനുള്ളിൽ മോദി സന്ദർശിക്കുന്നത് 5 പ്രമുഖ രാജ്യങ്ങളാണ്: UAE, നെതർലാൻഡ്സ്, സ്വീഡൻ, നോർവേ, പിന്നെ ഇറ്റലി. ഇനി സ്ഥിരം ചോദിക്കുന്നുണ്ടാകും, രാജ്യത്ത് ഇത്രയും പ്രശ്നങ്ങൾ ഉള്ളപ്പോൾ എന്തിനാണ് ഇങ്ങനെയൊരു യാത്ര എന്ന്. സുഹൃത്തുക്കളെ, ഇതിന് പിന്നിൽ വലിയൊരു ജിയോ പോളിറ്റിക്സ് ഉണ്ട്. ഇത് സ്ട്രാറ്റജിക് ഓട്ടോണോമിയുടെ ഭാഗമാണ്. ഇന്ധന സുരക്ഷയാണ്. ഇനി ഗൾഫിൽ യുദ്ധം വന്നാൽ ഇന്ത്യയിൽ പട്ടിണി ഉണ്ടാകാതിരിക്കാൻ മോദി മുൻകൂട്ടി കരുക്കൾ നീക്കുന്നു. യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് FTA ഉടൻ വരാൻ പോകുന്നു. ഇത് യാഥാർത്ഥ്യമായാൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് യൂറോപ്പിൽ വലിയ മാർക്കറ്റ് ലഭിക്കും. അടുത്തത് ചൈന ഫാക്ടറാണ്. സപ്ലൈ ചെയിൻ കാര്യത്തിൽ ലോകരാജ്യങ്ങൾ ഇപ്പോൾ ചൈനയെ വിട്ട് ഇന്ത്യയെ നോക്കുകയാണ്. ആ അവസരം മുതലാക്കാനാണ് മോദി ഈ 5 രാജ്യങ്ങളിലും ഓടി നടക്കുന്നത്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ടെക്നോളജി ട്രാൻസ്ഫർ. ക്ലീൻ എനർജി, സെമി കണ്ടക്ടർ ചിപ്പുകൾ എന്നിവയിൽ ഇന്ത്യയെ സ്വയം പര്യാപ്തമാക്കാൻ ഈ രാജ്യങ്ങളുടെ സഹായം അനിവാര്യമാണ്. ഗ്ലോബൽ ലീഡർ ഇമേജ്. 43 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം നോർവേ സന്ദർശിക്കുന്നതിലൂടെ ദശാബ്ദങ്ങളായിട്ട് ഇന്ത്യ അവഗണിച്ച മേഖലകളെ മോദി തിരിച്ചു പിടിക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ ഇത് വെറും ഒരു സന്ദർശനമല്ല, ന്യൂ ഇന്ത്യയുടെ ഒരു പവർ സ്റ്റേറ്റ്മെന്റ് ആണ്.